നമുക്ക് വീട്ടിൽ കുക്കറിൽ പള്ളിക്കറി വെച്ചാലോ? കാരണം പള്ളിക്കറി പള്ളിയിൽ മാത്രമാണ് നിലവിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലും കൂടി എങ്ങനെയാണ് ഈ പള്ളിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വീട്ടിലാകുമ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ നല്ല ടൈം എടുക്കും. ഞാനിപ്പോൾ എടുത്ത 1 കിലോ ബീഫാണ് കേട്ടോ. 1 കിലോ ബീഫിന് 2 പീസ് പച്ചമുളക്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. കുക്കറായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇത് ബീഫ് വെന്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം കേട്ടോ. 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, കാശ്മീർ ചില്ലി, ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഗരം മസാല, മീറ്റ് മസാല, 1.5 സ്പൂൺ മല്ലിപ്പൊടിയും. ഇതിനൊരു കാരണവശാലും തക്കാളിയും പിന്നെ അതുപോലെ തന്നെ വെള്ളവും അത് ഉപയോഗിക്കാതിരിക്കുക. വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കമ്മിയാവും. പാകമായി വരുമ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇടാം. അവസാനം നമ്മളെ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചാൽ സംഭവം സെറ്റായി. ഇപ്പോൾ നമ്മളെ പള്ളിക്കറി റെഡിയായി. നോമ്പാണ്, ഇനി 1 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഇതാണ് കേട്ടോ പള്ളിക്കറി. കണ്ടാ, നോക്കി കളറ് കണ്ടാൽ മനസ്സിലാവും, സുഖമായിരിക്കും ഇത് കാണാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ നമ്മളെ പള്ളിക്കര ബേക്കല ഭാഗത്തുള്ള ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. പൂച്ചക്കാട് അവിടെയൊക്കെ എന്ത് ഫംഗ്ഷന് പോയാലും കിട്ടുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ പേര് അറിയുന്നതാണെന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് പള്ളിക്കറി ഉണ്ടാക്കാന്നുള്ള ഇതാണ് കേട്ടോ. നെയ്ച്ചോറിനുള്ള നല്ല പാലും ചാമ്പാട്ടെ ഇത്. ഇതെൻ്റെ വൈഫ് ഉണ്ടാക്കിയ സാധനം. അത് 2-3 ലെയറായിട്ടുള്ള സാധനം. പള്ളിക്കറി അപാരോട്ടാ. പ്രവാസികൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കണം. ഇതുപോലെ ഉണ്ടായിക്കോ, ഒരു മാറ്റം വേണ്ട, ഒരു രക്ഷ ഉണ്ടായില്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളെ നോമ്പ് പറയാണ് കട്ടൻ ചായ കുടിക്കാനുള്ളത്. നമുക്ക് കാണാൻ ഇൻഷാ അല്ലാഹ്.